അതെ. ഫിലിം സ്റ്റാർ ആനന്ദാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കാര്യം പറ. ഇത് വലിയ കഷ്ടായല്ലോ. വരുന്ന 5 വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ലാന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മിസ്റ്റർ. അല്ല പിന്നെ പറഞ്ഞാ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഒരു സൂപ്പർ സ്റ്റാറിന്റെ വിഷമങ്ങൾ ഇവരെന്താ മനസ്സിലാക്കാത്തെ? എന്തത് കൊള്ളാലോ. അതെ ഞാൻ തന്നെ. ഹലോ, ക്ലൗഡ്സ് പ്രൊഡക്ഷൻസ് അല്ലേ? എന്റെ മനസ്സിലായോ? ശബ്ദം തന്നെ മതിയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചത് ഒരു കാര്യം കൺഫേം ചെയ്യാനാണ്. ഞാൻ നിങ്ങളായി കോൺട്രാക്ട് സൈൻ ചെയ്തത് 4 പടങ്ങൾക്കല്ലേ, അല്ലാതെ 5 അല്ലല്ലോ. ഓഹോ, ഓൾറൈറ്റ്. അപ്പോ ഇന്നലെ 1 കോടി രൂപ ആ കറുത്ത പയ്യന്റെ അടുത്ത് കൊടുത്തു വിട്ടത് നിങ്ങളല്ല? ഓ ശേ, അപ്പൊ അത് ഏത് പടത്തിന്റെ ആയിരിക്കും? അത് ഞങ്ങൾ കൊടുത്തുവിട്ടാടാ. അയ്യോ, ആരോട് എന്റെ ക്ലാസ് എടുത്തത്? എടാ ആനന്ദേ, നീ വലിയ നടനൊക്കെ ആവുമ്പോ ഞങ്ങളെയൊക്കെ മറക്കോടാ. എന്താ റോയിച്ച ഈ പറയുന്നത്? ഇല്ലടോ, താൻ ഞങ്ങളെ മറക്കും. ടോണി, ഒരുപാട് ഫാൻസിനൊക്കെ കൂടെ നീ ബെൻസിലൊക്കെ കേറി ലൈഫ് എൻജോയ് ചെയ്യുമ്പോ നമ്മളെയൊക്കെ ഓർക്കാൻ നിനക്ക് എവിടുന്ന സമയം കിട്ടുക അല്ലേ? അവനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവന് തിരക്കുണ്ടല്ലേ. ശരിയാ ശരിയാ. അങ്ങനെ ഞാൻ നിങ്ങളെ മറക്കുവോ? എന്റെ കഷ്ടകാല സമയത്ത് നിങ്ങളല്ലേ എന്റെ കൂട്ടിനുണ്ടായിരുന്നെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? പറ റോയിച്ച. ഓ റോയിച്ച, കരയല്ലേ റോയിച്ച, കരയല്ലേ റോയിച്ച. നിങ്ങളല്ലാതെ എന്തിനാ കരയുന്നത്? പ്ലീസ് കരയല്ലേ റോയിച്ച, പ്ലീസ് കരയല്ലേ റോയിച്ച, പ്ലീസ്. റോയിച്ച വേണ്ട റോയിച്ച, കരയല്ലേ, കരയല്ലേ റോയിച്ച. എന്താ റോയിച്ച? റോയിച്ച തളർന്ന ഈ കുട്ടികളെല്ലാം തളർന്നു പോകും. റോയിച്ച ഞങ്ങൾക്ക് ധൈര്യം തരണ്ട. റോസ്ലിൻ, ചിലപ്പോ ഇവർക്കും പറയാം. പേരെന്താ? ആനന്ദ്. ഏജ്? 24. ഇതാണ് സ്ക്രിപ്റ്റ്, പോയി പഠിച്ചോളൂ. റോസ്ലിൻ, ചിലപ്പോ ഇവർക്കും പറയാന്ന്, പിന്നെ ഇവർക്കും പറയണ്ട. അയ്യേ, ഇത്രയുള്ളോ? വെരി സിമ്പിൾ. റോസ്ലിൻ, ചിലപ്പോ അവർക്കും പറയാന്ന്, പിന്നെ ചിലപ്പോ അവർക്കും പറയണ്ടാന്ന്. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഒരിക്കലും മറക്കാനാവാത്തൊരു മുറിവ് എൻ്റെ ഉള്ളിൽ ബാക്കി നിൽക്കും. നേരം പുലരുമ്പോ അവർക്കും സന്ധ്യയ്ക്ക് പറയാന്ന്, രാത്രി പുലരുമ്പോ തോന്നും രാവിലെ പറയാന്ന്. മനസ്സിന്റെ തേങ്ങൽ പ്രണയത്തിന്റെ താളമാണല്ലോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് റോസ്ലിൻ. ഐ ലവ് യു റോസ്ലിൻ, ഐ ലവ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മോനെ, നീ പൊളിച്ചടാ. ബാക്കി പറഞ്ഞു വിടടാ. നീയാണ് നടൻ, ഇതാണ് ഞാൻ പറഞ്ഞ നടൻ. പറഞ്ഞു വിടല അതിന്. താങ്ക് യു. താങ്ക് യു. ബഡി, ഇതൊന്ന് റീഡ് ചെയ്ത് തരൂ. ഇംഗ്ലീഷ് മീഡിയം ആണോ? അല്ല ബഡി, മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. ഓ അങ്ങനെ. ടെൻഷൻ ഉണ്ടാ? ഉണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? വൈ മാൻ? ഇത് ഡയലോഗായിട്ടും അകത്ത് നടക്കുന്ന സ്ക്രീൻ ടെസ്റ്റ് ആയിട്ടും നീ കാണണ്ട. നമ്മളെങ്ങനെ സാധാരണ പറയോ അതുമാതിരി അങ്ങ് പറഞ്ഞാ മതി. ഒന്നുമില്ലെങ്കിൽ നീ ഒരു യോയോ അല്ലടാ. ബാ, ഞാൻ നിനക്ക് ഡയലോഗ് പറഞ്ഞുതരാം. ഇനി വയ്യ പ്രണയത്തിന്റെ എനിക്ക് ആക്ടിങ്, സിംഗിങ്, ഡയറക്ടിങ് പ്രശ്നമുണ്ടോ? പനിയല്ലോ.
കുറച്ചും കൂടെ സ്നേഹത്തിൽ പറയാം, റൊമാൻറ്റിക് ആയിട്ട്. ആക്ഷൻ. I love you, Muslim. ആനന്ദ് അല്ലേ? അതെ സർ. ഡയലോഗ് പഠിച്ചോ? സർ. തുടങ്ങാം. റെഡി? ആ സർ. റോൾ ക്യാമറ, ആക്ഷൻ. റോസ്ലിൻ, എനിക്കറിയില്ല, ചിലപ്പോൾ ഓർക്കും പുലരട്ടെന്ന്, പിന്നെ ചിലപ്പോൾ ഓർക്കും സന്ധ്യ പുലരട്ടെന്ന്, മറ്റു ചിലപ്പോൾ ഓർക്കും എന്തെങ്കിലും പുലരട്ടെന്ന്. എനിക്ക് വീണ്ടും അറിയില്ല, ഇനിയും മുറിവുണം കണ്ടിരുന്ന പണിയാവും. പ്രണയത്തിൻ്റെ തേങ്ങൽ മനസ്സിൻ്റെ ഓരോ വിഷമാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് മസി അല്ല റോസ്ലിൻ, ഐ ലവ് യു, ഐ ലവ് യു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഡേ പറഞ്ഞു വിടേ അവനൊക്കെ. ഡേയ് പോടേ. സർ, ഒരു ചാൻസും കൂടി. അവനെ ഇറക്കി വിട്. സർ, ഞാൻ ശരിയാക്കാം. പ്ലീസ് സർ, ഒരു ചാൻസും കൂടി. സർ, ഞാൻ ശരിയാക്കാം സർ. ഇങ്ങനെ പുറത്തായ നടന്മാരാണ് യഥാർത്ഥത്തിൽ നടന്മാർ സർ. ടെൻഷൻ കൊണ്ട് പറ്റിയതാ. ഹിപ്പി, നിനക്കും ഇല്ലടാ ടെൻഷൻ? ഒന്നും പറയടാ. അയ്യോ, ഞാൻ സിനിമേന്ന് ഔട്ടാ. അയ്യോ.